ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ ചേർത്തല തന്നെ മനോരമ ജംഗ്ഷനിൽ ഒരു കഫേയിലാട്ടോ നമ്മളിന്ന് പോകുന്നത്. ചേർത്തല അത്യാവശ്യം നല്ല ടീ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ, പത്മ കഫേ. ഇവിടെ കണ്ടോ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുള്ളൊരു ഷോപ്പാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഫുഡാണ് വടയും ചമ്മന്തിയും സാമ്പാറും അതുപോലെ തന്നെ സാലഡും. അത്യാവശ്യം നല്ല വടയാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പം ഞങ്ങൾ ടീ കുടിക്കാനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മസാല ദോശയും കൂടി കഴിക്കാം എന്ന് കരുതി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കസിൻസ് കൂടിയുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട് കേട്ടോ, അവരുടെ കുട്ടിയുണ്ട്. അപ്പോൾ ജസ്റ്റ് തിരക്കുണ്ട് കേട്ടോ. തിരക്ക് ഇച്ചിരി ഒഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടോ, അവിടുത്തെ ഗ്ലാസ്സിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് ടീ കൊണ്ടുവന്ന ഗ്ലാസ്സിനും ഒക്കെ കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ കുട്ടി കേട്ടോ, ആരവെന്നാട്ടോ പേര്. ഞങ്ങൾ ടീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ടീ വന്നു കേട്ടോ. കണ്ടോ, ഇവർ പണ്ടത്തെ രീതിയിലാണ് ടീ ഒക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മുടെ ഡവറയെന്ന് എന്തോ ആണ് ഇതിന് പറയുന്നത്. അത് അത്യാവശ്യം നമ്മളുടെ ടീയുടെ ചൂട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങനെ തരുന്നത് കേട്ടോ. അത്യാവശ്യം അത് കൊള്ളാം കേട്ടോ, നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചൂടുണ്ടാവും, അത് ആറ്റി കുടിക്കാൻ പാകത്തിനാണ് നമുക്ക് ആ ഡവറ പോലത്തെ സാധനം വെച്ചേക്കണം കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ആറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടോടെ കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. പിന്നെ അതെന്തായാലും കൊണ്ടുവന്ന് വെച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആറ്റാം എന്ന് കരുതി അങ്ങനെ എടുത്താണ് കേട്ടോ. നല്ല നല്ല ചായ ആയിരുന്നു കേട്ടോ. നല്ല ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് മസാല ദോശ വന്നു. ഞാൻ മാത്രമേ മസാല ദോശ കഴിച്ചുള്ളൂ കേട്ടോ. അവിടെ മസാല ദോശ, നെയ് റോസ്റ്റ്, പിന്നെ വട ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഉള്ളൂ കേട്ടോ. വെജാണ്. അങ്ങനെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാനും ആരവും ആ ഒരു ദോശയാണ് കേട്ടോ കഴിച്ചത്. അവനങ്ങനെ കഴിച്ചില്ല, ഞാനാണ് അത് കൂടുതലും കഴിച്ചത് കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള മസാലയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവേ ഷോപ്പിൽ പോകുമ്പോൾ ഫില്ലിങ് കുറവായിരിക്കും, ദോശയായിരിക്കും കൂടുതലുണ്ടാവണത്. ഫില്ലിങ് വളരെ കുറച്ചായിരിക്കും ചെയ്യണത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ കസിന് ഒരാൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്, നോൺ വെജായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അടുത്ത് തന്നെയുള്ളൊരു തട്ടുകട കയറി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയായിരുന്നു കേട്ടോ. ഇതെല്ലാം പാഴ്സൽ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണേ. ഞങ്ങൾ പുട്ട് മിക്സാണ് കേട്ടോ മേടിച്ചത്, ബീഫിൻ്റെ. പിന്നെ ഞാൻ ഒരു ഓംപ്ലേറ്റ് പറഞ്ഞു, കസിനും ഒരു ഓംപ്ലേറ്റ് പറഞ്ഞു. പിന്നെ വിഷ്ണുവിന് ഒരു ദോശ, സെറ്റ് ദോശയും പറഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ മിക്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബീഫ് അലർജിയാണ്. അപ്പോൾ ബീഫ് ഞാൻ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ അവർ പറഞ്ഞത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എന്നൊക്കെ കേട്ടോ പറഞ്ഞത്. പിന്നെ ഓംപ്ലേറ്റ് നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കൂടുതൽ പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് തന്നെ ഒരു കട്ടൻ കിട്ടുന്ന കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു ഒരു മിൻറ്റ് പറഞ്ഞു. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഒരു ക്ഷീണം ഒക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കുടിച്ചാട്ടോ. ആ പ്ലേസൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ വീഡിയോയിൽ ആ പ്ലേസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ, ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. എങ്കിലും നല്ല ടീ ആയിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക്